ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ടയില്ലാതെ മുട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാന്നുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഈ ഒരു റെസിപ്പി ഇട്ടിരിക്കണേ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കിയപ്പം ഒന്നും കൂടി ഇനിയിപ്പം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി കണ്ടോട്ടെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പം ഒന്നും കൂടി കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ തലേന്ന് രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിനി. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ നല്ലോണം അരി കഴുകിയാണ്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് അരിയാണ്. 2 കപ്പാണ് 2 നാഴി അരിയാണ് കേട്ടോ. ഞാൻ നാഴി അളവിലാണെങ്കിൽ 2 നാഴി അരി. ഇനി കപ്പില്ലെങ്കിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ നാഴിയിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ചോറും. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയും 1 കപ്പ് ചോറുമാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ അതിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ഇതിലാണ് എടുക്കുന്നത് ആ അളവിന് നമ്മൾ ചോറ് എടുക്കുമല്ലോ ആ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലോണം ഫൈനായി അരച്ചെടുക്കുക. നമുക്ക് ഒരു പാത്രത്തേക്ക് അരി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം അരയിൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അരഞ്ഞാലേ നമ്മളെ മുട്ടയപ്പം റെഡി ആയി കിട്ടുള്ളൂ. ഇനി ഇതൊക്കെ വേറെ ഒന്നും ചേർക്കണില്ല. നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ പാകത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഹെൽത്തി ആണോ ചോദിച്ചാൽ ഹെൽത്തി അല്ല. നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കണ കടിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാതെ എന്താ പറയുക നല്ല ടേസ്റ്റാണ്. അപ്പോൾ തലേന്നത്തെ രാത്രിക്കത്തെ കുറച്ച് ചിക്കൻ കുറുമ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഏതൊരു കറിയാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വന്നപ്പം ഗ്യാസ് സിമ്മിലാക്കി. പിന്നെ അത് സിമ്മിലാണ്. പിന്നെ അതിൽ ഫുള്ളിലാക്കാനേ പാടില്ല. പിന്നെ നമ്മൾ ഓരോ കയ്യിൽ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കണ മാതിരി മെല്ലെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കണ രീതി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് പൊങ്ങി വരുന്ന മറച്ചിടുന്നത് വരെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊങ്ങി വരാൻ നെയ്യപ്പം പൊങ്ങി വരുന്ന മാതിരി ഇങ്ങനെ നല്ലോണം പൊള്ളച്ച് വീർത്ത് വരുവേ. നമ്മളെ ഭൂരിയൊക്കെ പൊളച്ച് വരില്ല അതേമാതിരി വരും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിക്കണം. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം ഇതൊക്കെ മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ അരി അരക്കുമ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുട്ട ഇല്ലാതെ നമുക്ക് മുട്ടയപ്പം തയ്യാറാക്കാന്നുള്ള രീതി ഞാൻ കാണിച്ചു തന്നത്. മുട്ട ഉണ്ടാകുമ്പോൾ മുട്ടൻ്റെ ഒരു ടേസ്റ്റ് ഒരു ചൊവ ഉണ്ടാവുമല്ലോ. അതുണ്ടാവില്ല ഇങ്ങനെ നമ്മൾ മുട്ട ഇല്ലാതെ ചെയ്തെടുത്താൽ. അപ്പോൾ അങ്ങനെ വലിയ ചട്ടിയാണെങ്കിൽ 2 3 ഒക്കെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. അത് ഞാൻ ചെറിയൊരു ചട്ടിയാണ് വീഡിയോയിൽ കാണുന്ന അത്ര തന്നെ വലുപ്പമില്ല. അപ്പോൾ ഞാൻ ഓരോന്നാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ കുറുമ ഉണ്ടായിന് ബാക്കി. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം കടി മാത്രം ചുട്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരടുപ്പത്ത് മക്കൾക്ക് കൊണ്ടുപോകാൻ ചോറ് വെച്ചിക്കണേ. ഇപ്പുറത്തെ നമ്മളെ കടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കോരി മാറ്റി പിന്നെ അടുത്തതും ചുട്ടെടുത്ത് അതും ഇതേമാതിരി പൊള്ളച്ച് വീർത്ത് വന്ന് അതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തുകൊണ്ട് പിന്നെ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി ചുട്ടെടുക്കുക. തീ നമ്മൾ കൂട്ടി കൊടുക്കാനേ പറ്റൂല. കാരണം തീ കൂട്ടി കൊടുത്താൽ അത് അങ്ങോട്ട് ചിറകെടുത്തുങ്ങാണ്ട് വരും. നമ്മൾ നല്ലോണം എണ്ണ നല്ലോണം ചൂടായി വരുവോളം ഗ്യാസ് ഫുള്ളിലിടുക. പിന്നെ നമ്മൾ തീ സിമ്മിലാക്കിങ്ങാണ്ട് ചുട്ടെടുക്കുക. പിന്നെ വിറകടുപ്പിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ. ഇതാകുമ്പം ചൂട് ഒരേ രീതിയിൽ കിട്ടുമല്ലേ. അങ്ങനെ ഒരടുപ്പത്ത് മക്കൾക്കുള്ള കഞ്ഞിയൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പം 3 അടുപ്പും വർക്കിങ്ങിലാണ്. അപ്പം ഒന്നും തന്നെ നമുക്ക് വൈകുന്നേരം ഒരു സൽക്കാരമുണ്ട്. കീശ്ശേരിയാണ്. എൻ്റെ അമ്മോൻ്റെ വീട്ടിലാണ് സൽക്കാരം. അപ്പോൾ ഒരു കമൻറ്റിൽ ചോദിച്ചിനി അമ്മോനെന്ന് പറഞ്ഞാൽ ആരാന്ന്. അമ്മോനെന്ന് പറഞ്ഞാൽ അമ്മാവന്. ഞങ്ങളെ നാട്ടിലൊക്കെ അമ്മോനെന്ന് പറയും കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങള ബ്രദർ ഉണ്ടല്ലോ അതാണ് അമ്മോനെന്ന് പറയാം. അപ്പം ഞാൻ ഇത് ചുടുമ്പോഴൊന്നും പോകണമെന്നൊരു എന്താ പറയുക പോകണില്ല എന്നാണ് വിചാരിച്ചു. അനിയത്തില്ല പിന്നെ നാത്തൂനില്ല അവരാരും ഇല്ല. അവർക്കൊക്കെ അനിയത്തിക്ക് മക്കൾക്ക് പനിയായിട്ട് മാറിയിട്ടില്ല. അപ്പം ഓളില്ലാറിഞ്ഞപ്പോൾ നാത്തൂനും ഇല്ലാറിഞ്ഞപ്പോൾ ഞാനും മടിച്ചിങ്ങനെ നിന്നു. പിന്നെ ഇവിടെ നാണിപ്പാക്കിയില്ല. അവർക്കൊക്കെ ഞായറാഴ്ച അല്ലേ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓലെ കൂടല്ലേ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ കുട്ടികളൊക്കെ ഉള്ളത് കാരണം. അപ്പം ഉമ്മാൻ്റെ അനിയത്തി ഓല് രാവിലെ തന്നെ പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ അനിയത്തി വിളിച്ചിന്. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിന് എളാപ്പാക്ക് ഓട്ടോ ആണ്. അപ്പോൾ എളാപ്പ പോകുന്നുണ്ട് കാലി അടിച്ച് ഓട്ടോ പോവുകയാണ് ജയിലിൽ പോരി പറഞ്ഞു. അപ്പോൾ പിന്നെ എളാപ്പ വിളിച്ച് ഞാൻ ഇതിലെ കറലായി കൂടെ വരാറുണ്ട്. പിന്നെ വഴിക്കടവാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പോകാനുള്ള ഒരുക്കത്തിലൊക്കെ ആയി. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് പോകണത് 5:30 കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അതിലാണ്ട് ഉൾപ്പെടുത്തിയിരിക്കണം. അതും കൂടി മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ നമ്മളെ മുട്ടയില്ലാത്ത മുട്ടയപ്പം റെഡി ആയിട്ടോ. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. ഹാർഡല്ല നല്ല സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഇനി നമുക്ക് വൈകുന്നേരത്തെ വീഡിയോ കാണാം.
അപ്പോൾ കണ്ട ഞങ്ങൾ ഇവിടുന്ന് 5:30 ആയപ്പോഴത്തേന് പോയി, 1 മണിക്കൂർ ആയിട്ടില്ല അപ്പോൾ തന്നെ രണ്ടാളും സൈഡായി, ആദ്യം അതും. അപ്പം ഇതും വാവയാണ് എൻ്റെ കൂടെ പോകുന്നത്, മോനും പോന്നിട്ടില്ല. പിന്നെ രാത്രി സൽക്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വല്ല തിരിച്ചു പോരുമ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് തന്നെ പോരും ചെയ്യാം, അതുകൊണ്ടാട്ടോ പോയത്. പിന്നെ അവിടെ എത്താനൊക്കെ ആയപ്പം ആദ്യം എണീറ്റപ്പോഴും വണ്ടിയിലാണ്. അപ്പോൾ പിന്നെ വണ്ടിയിലായപ്പോൾ അവന് തോന്നി എവിടെക്കോ പോകുക തന്നെയാണ് എന്നുള്ള ലെവലിൽ അവന് ഉഷാറായിരിക്കുന്നുണ്ട്, കരച്ചിലൊന്നുമില്ല. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കരച്ചിലേക്കാരം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ അമ്മാവൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലത്തെ ആൾക്കാരായിട്ടോ സൽക്കാരം. അപ്പോൾ അവരെത്തിയിട്ടൊന്നുമില്ല. അമ്മാവൻ്റെ മോന് വണ്ടിയൊക്കെ എടുക്കോ പാർക്ക് ചെയ്ത് വരാറുങ്ങാണ്ട് ഓൻ അങ്ങനെ പോവുകയാണ്. ഞാൻ അവരെ വണ്ടിയൊക്കെ വന്നാൽ ഇവിടെ മുറ്റത്തിടണമല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ കൊണ്ടുപോയി ഞാൻ കിടത്തി. അതും ഉറക്കത്തിൽ തന്നെയാണ്. അപ്പം അമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം, ഞങ്ങൾ വരൂലാറിഞ്ഞപ്പോൾ വന്നപ്പോഴേ ഉമ്മമ്മക്ക് കേട്ടോ. ഉമ്മമ്മ കുറേ വട്ടം വിളിച്ചിരിക്കണം, ഇജ് വാവ് ഇറങ്ങാണ്ട്. അങ്ങനെ പിന്നെ ഓലിങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പോവാഞ്ഞാലും ഒരു ഗതികേട്. അങ്ങനെ പോയതാട്ടോ. ഇതാ അമ്മാവൻ്റെ പേരക്കുട്ടിയാട്ടോ. ഇവനിഷ്ടമാണ് കുട്ടികളെ. ഓനിങ്ങോട്ട് എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുകയാണ്. അത് മറ്റോലത് ഓൻ സ്നേഹിക്കുമ്പോൾ മറ്റവർക്ക് പറ്റണില്ല. ആധുനിയും കണ്ടിട്ടേ നല്ലോണം ഇഷ്ടമായിക്കണ്. അപ്പം ഇങ്ങനെ സ്നേഹിക്കുകയാണ് മൂപ്പര്. അപ്പോൾ ആദ്യം തന്നെ ഉറക്കപ്പിരാന്തിലായതുകൊണ്ടേ ഓൻ കാണിക്കണമെന്നും ഓന് ഇഷ്ടമാവണില്ല. അല്ലെങ്കിൽ ഓന് കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അലശീലത്തിലാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓനെ നമുക്കൊന്നും ശ്രദ്ധ അല്ല. ഓൻ കണ്ടോ മുഖത്തൊക്കെ പിടിച്ച് വലിക്കുകയാണ്. ഓനെ സ്നേഹിക്കുകയാണ്, മറ്റോനെ സ്നേഹമാണെന്ന് തോന്നണമില്ല, വേദനിക്കണുണ്ട്. എന്തായാലും മക്കളെ കളിയാണ് നല്ല രസം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നതാണ് അവിടെ. അപ്പോൾ അമ്മാവൻ്റെ മോളെ കുട്ടിയുണ്ടല്ലോ ജിലിമോള്, അവളിങ്ങനെ പിടിക്കണുണ്ട് കേട്ടോ. ഓനെ കാട്ടണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വെക്കണുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മക്കളെ കളിയൊക്കെ കുറച്ച് നേരം അധികം കണ്ടിരുന്ന് പിന്നെ കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പം അവിടെ ഭയങ്കര ഫ്രൂട്ട്സ് കട്ടിങ്ങിലാണ് കേട്ടോ എല്ലാവരും. ഫുഡൊക്കെ പിന്നെ ഒരാളെ ഏൽപ്പിച്ചേക്കാണ്. അത് അവർ തന്നെ നമ്മളവിടെ വീട്ടിൽ വന്നുകൊണ്ട് പുറത്ത് ചെയ്ത് തരും കേട്ടോ. അപ്പം അങ്ങനെ അവർ ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഓരോ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അവർ വരാനായി തുടങ്ങിയും ചെയ്തിക്കണ്. പിന്നെ ഓരോരുത്തരിങ്ങനെ വരവും പോക്കൊക്കെയാണ്. ഇതിൻ്റെ ഉമ്മാൻ്റെ ഇളാപ്പാൻ്റെ മോനാണ്. നമ്മളെ കല്യാണത്തിന് പാട്ട് പാടിയ ആളാണ് കേട്ടോ ഓന്. അപ്പം അങ്ങനെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളും ഓളമ്മയും എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. ഓളിപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞാൽ കേട്ടോ ഓളും തന്നെ വൈക്കടമെന്നാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിലൊന്നും തിരഞ്ഞിട്ട് കാണാമല്ലോ. അപ്പോൾ ഞാൻ മേലെ ഉണ്ടോയെന്ന് പോയി നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയൊക്കെ ടേബിളൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുട്ടികൾ. മേലെ പിന്നെ വലിയ ഹാളായതുകൊണ്ട് അധികം ടേബിളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് കുറേ ആൾക്ക് ഭക്ഷണം കഴിക്കുക. അതേപോലെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റും കെട്ടുകൊണ്ട് അവിടെയും കുറച്ച് ആൾക്കാർക്ക് അവിടെ ഇരിക്കുക. അപ്പോൾ അവിടെയും സെറ്റാക്കിക്കണ്. അപ്പോൾ അതിനെ അവിടെ ഒന്നും കാണാമല്ലോ. പിന്നെ ഞാൻ താഴത്തേക്ക് തന്നെ പോയി. അപ്പോൾ പിന്നെ റൂമിലുണ്ടായിന് പിന്നീട് ഞാൻ കണ്ടത്. അപ്പോൾ വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ റോസ് ഷാളും ഉമ്മാൻ്റെ ഇളയമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി തരികയാണ്. കാണാത്ത ആൾക്കാരെ കേട്ടോ പരിചയപ്പെടുത്തി തരുന്നുള്ളൂ. കാണുന്നപോലെ പിന്നെ കണ്ടോലെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. കുറേയൊക്കെ ഞങ്ങൾ 2-3 വീഡിയോസ് ഇങ്ങനെ സൽക്കാര വീഡിയോ കണ്ടതാണല്ലോ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ എത്തിക്കണേ. പെണ്ണിൻ്റെ അമ്മയും ഇപ്പയും പിന്നെ അവളെ ആങ്ങളാരും ഒക്കെ കേട്ടോ വണ്ടിയിൽ. ഇതോളമ്മയാണ്. അപ്പോൾ ഞാൻ 2-3 വീഡിയോസിൽ ഒരേ മ്യൂസിക് കൊടുത്തേക്കണേ. അപ്പം അതൊന്ന് മാറ്റി പിടിച്ചൂടെ എന്നൊരു കമൻറ്റ് വന്നു. അപ്പോൾ ട്യൂണ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനല്ല കോപ്പിറൈറ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുങ്ങാണ്ട് വീഡിയോ എടുത്ത് വോയിസ് എടുത്ത് എഡിറ്റ് ചെയ്തുങ്ങാണ്ട് നമ്മളങ്ങളെ മുന്നിലേക്ക് എത്തിച്ച് തന്നിട്ട് പിന്നെ അതിന് കോപ്പിറൈറ്റ് വന്നാൽ നമുക്ക് ആ വീഡിയോസ് കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പോൾ അതാണ് ആ മ്യൂസിക് തന്നെ കൊടുത്തത് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് വരാതെ നമുക്ക് മ്യൂസിക്കൊക്കെ എടുക്കാം. അപ്പോൾ അതിനൊക്കെ കുറേ സമയം നമുക്ക് ഇങ്ങനെ മെനക്കെട്ടിരിക്കണം. അപ്പോൾ അതിന് ഞാൻ തുനിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കണം. പിന്നെ വന്നോലൊക്കെ ആദ്യം ഫുഡ് കഴിച്ച് താഴേക്ക് പോയി. പിന്നെ ഞങ്ങളായിട്ടോ ഫുഡ് കഴിക്കൽ. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങളും പുറപ്പെടും. അപ്പം ഇമ്മമ്മയാണ് ഇട്ടത്. ഇമ്മമ്മാനോട് എല്ലാവരും ഇങ്ങനെ യാത്ര പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ റോസ് ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, ഇതിൻ്റെ അമ്മായി ഉണ്ടല്ലോ, ഈ അമ്മോൻ്റെ ഈ ഷർട്ട് ഇട്ടും പിന്നെ മുന്നിൽ പോയ ആളും അമ്മായിൻ്റെ ആങ്ങളൻ്റെ മക്കളാണ്. അപ്പം ഈ റോസ് ഷർട്ട് ഇട്ട ആളെ ഞാൻ പറഞ്ഞല്ലോ, അവൻ എൻ്റെ ആങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓലൊക്കെ യാത്രയായി. ഇതേമാതിരി വൈക്കടവുള്ള ആൾക്കാർ തന്നെയാണ്. അമ്മായിൻ്റെ വീട് വൈക്കടവാണ്. അപ്പം അങ്ങനെ ഓലൊക്കെ യാത്ര പറഞ്ഞു പോയി. ഇനി ഞങ്ങളും പോവാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 10:30 കഴിക്കണേ. അങ്ങനെ ഓലൊക്കെ യാത്ര പറഞ്ഞു പോയി. പിന്നെ ഞങ്ങളും പോരുകയാണ്. അപ്പോൾ ഞങ്ങൾ എളാപ്പാൻ്റെ ഓട്ടോറിക്ഷയിലാണല്ലോ വന്നത്. അപ്പോൾ അതിൽ തന്നെ പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കുള്ളൂ. അങ്ങോട്ട് പിന്നെ ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഏതായാലും അതിൽ കുത്തിക്കൊള്ളിച്ച് ഇങ്ങോട്ട് എത്തി.
അങ്ങനെ നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.